പ്രസവത്തെയും ഗർഭകാലത്തെയും കുറിച്ചുള്ള തന്റെ മുൻപത്തെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാരോപിച്ച് ബിഗ് ബോസ് താരവും തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ അഖിൽ മാരാർ രംഗത്ത്. ഗർഭാവസ്ഥ എന്നത് ചികിത്സ തേടേണ്ട ഒരു രോഗമല്ലെന്നും മറിച്ച് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ട ഏറ്റവും മനോഹരമായ കാലഘട്ടമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കി. പ്രസവത്തെ ഒരു കച്ചവടമായി മാറ്റുന്ന ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു അഭിമുഖത്തിൽ അഖിൽ മാരാർ ഗർഭകാലത്തെയും പ്രസവത്തെയും കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. പഴയകാലത്തെ സ്ത്രീകൾ 10ഉം 12ഉം പ്രസവിച്ചിട്ടും വീട്ടിലെ ജോലികൾ ചെയ്തിരുന്നുവെന്നും എന്നാൽ ഇന്നത്തെ തലമുറ ഗർഭകാലത്തെ ഒരു വലിയ രോഗമായി കണ്ട് ആശുപത്രികളെ അമിതമായി ആശ്രയിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ വരികൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും സ്ത്രീവിരുദ്ധമാണ് െന്ന രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ തന്റെ പ്രസ്താവനകൾ വെറും വൈകാരികമല്ലെന്നും അതിനു പിന്നിൽ കൃത്യമായ അനുഭവമുണ്ടെന്നും മാരാർ അവകാശപ്പെടുന്നു. താൻ മുൻപ് ഒരു അമേരിക്കൻ മരുന്ന് ഗവേഷണ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണെന്നും അതിനാൽ തന്നെ ആരോഗ്യ മേഖലയിലെയും മരുന്ന് വ്യവസായത്തിലെയും കള്ളത്തരങ്ങളെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിലെ ലാഭക്കുതിയെക്കുറിച്ചുള്ള അറിവാണ് തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇന്നത്തെ കാലത്ത് ഗർഭകാലം എന്നത് 10 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആശുപത്രി വാസമായി മാറിയിരിക്കുകയാണെന്നും ഇതിനു പിന്നിൽ കൃത്യമായ ബിസിനസ് തന്ത്രങ്ങൾ ഉണ്ടെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു. പ്രസവത്തെക്കുറിച്ച് അനാവശ്യമായ ഭീതി പെൺകുട്ടികളിൽ കുത്തിവെച്ച് ആശുപത്രികളും മരുന്ന് കമ്പനികളും ലാഭം കൊയ്യുന്ന ഭയത്തിന്റെ വിപണനമാണ് ഇപ്പോൾ നടക്കുന്നത്. കോടികൾ മുടക്കി പണിയുന്ന വമ്പൻ ആശുപത്രികൾ ദാനധർമ്മത്തിനല്ല മറിച്ച് വലിയ ലാഭം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് സാധാരണക്കാർ തിരിച്ചറിയണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ മരുന്നുകളെയും ആശുപത്രി സംവിധാനങ്ങളെയും അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നും ഗർഭകാലം ഒരു രോഗാവസ്ഥയായി കാണാതെ സന്തോഷത്തോടെ ആസ്വദിക്കേണ്ട ഒന്നാണെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. മരുന്ന് ഗവേഷണ രംഗത്തെ തന്റെ മുൻകാല അനുഭവങ്ങൾ മുൻനിർത്തിയാണ് ആരോഗ്യ മേഖലയിലെ ഈ കള്ളത്തരങ്ങൾക്കെതിരെ താൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പ്രസംഗത്തിൽ പണ്ട് 10 പ്രസവിച്ചിട്ടും വീട്ടിലെ പണികളെല്ലാം ചെയ്തിരുന്ന നബീസുമ്മയെ കുറിച്ച് പരാമർശിച്ചതിനെ വിമർശിക്കുന്നവർക്ക് അദ്ദേഹം മറുപടി നൽകി. അത്തരം ഉദാഹരണങ്ങൾ പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയല്ല മറിച്ച് ഗർഭിണികൾക്ക് മാനസികമായ ധൈര്യം നൽകാനാണ്. ഇന്നത്തെ പെൺകുട്ടികൾക്ക് വേണ്ടത് ഇത്തരം മാനസിക കരുത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗർഭാവസ്ഥ എന്നത് സൗന്ദര്യത്തെയും കരിയറിനെയും നശിപ്പിക്കുന്ന ഒന്നായി കാണുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയെയും അദ്ദേഹം വിമർശിച്ചു. 1 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ നിന്ന് ചില വരികൾ മാത്രം അടർത്തിയെടുത്ത് തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർ വിവരമില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത്. വരികൾ മാത്രം നോക്കി വിമർശിക്കാൻ തുടങ്ങിയാൽ ലോകത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ സൃഷ്ടാക്കൾ പോലും കുറ്റക്കാരായി മാറുമെന്നാണ് മാരാരുടെ പരിഹാസം. കുടുംബം എന്ന മൂല്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ താൻ മനുഷ്യഗണത്തിൽ പോലും കൂട്ടുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ആരോഗ്യകരമായ ഒരു ഗർഭകാലം നയിക്കുന്നതിനായി പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അഖിൽ മാരാർ വ്യക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഗർഭാവസ്ഥയിൽ എപ്പോഴും സന്തോഷവതിയായിരിക്കണമെന്നും പോസിറ്റീവായി സംസാരിക്കുന്നവരുമായി മാത്രം സഹകരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. മനസ്സിന് കരുത്തു നൽകുന്നതിനായി നല്ല പുസ്തകങ്ങൾ വായിക്കാനും ആരോഗ്യകരമായ ആഹാര രീതി പിന്തുടരുന്നതും ഉചിതമാണ്. കൂടാതെ ആശുപത്രികളിൽ പരമാവധി പോവാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും അനാവശ്യമായ മെഡിക്കൽ പരിശോധനകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ അഖിൽ മാരാർ നടത്തിയ ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. എങ്കിലും ഭയത്തിന്റെ വിപണനത്തിനെതിരെയും ലാഭക്കൊതിക്കെതിരെയും തന്റെ പോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് അഖിൽ മാരാർ. ആരോഗ്യരംഗത്തെ സുതാര്യതയെക്കുറിച്ചും മാതൃത്വത്തിന്റെ സ്വാഭാവികതയെക്കുറിച്ചുമുള്ള ഗൗരവകരമായ സംവാദങ്ങൾക്ക് ഈ വിവാദം ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്.